ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വളരെ റെയറായിട്ടുള്ള ഒരു വെയിങ് സ്കെയിലാണ്. ഇത് മെയ്ഡ് ഇൻ ബെർലിൻഹാമിൽ ഉണ്ടാക്കിയതാണ്. ഈ ഒരു വെയിങ് സ്കെയിലിന് ഏകദേശം 130 വർഷം പഴക്കമുണ്ട്. ഇവന് അത്ര ഏജ് കാണുന്നുണ്ട്. കാര്യം ഇത് ഇനാമൽ കോട്ടഡ് വെയിങ് മെഷീനാണ്. ഇത് ഡയറക്റ്റ് ഇംഗ്ലണ്ട്, ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു വെയിങ് സ്കെയിലാണ്. ഇത് എന്ത് ഭാരമാണെന്നറിയാം. ഇത് കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മുമ്പ് തന്നെ നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. ഇത് തന്നിരിക്കുന്നത് നമുക്ക് സുൽഫി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഡീലറാണ്. അദ്ദേഹം എനിക്കിത് അയച്ച് തന്നതാണ്. ട്രാക്ക് ഓൺ കൊറിയറിലാണ് അയച്ചു തന്നിരിക്കുന്നത്. സുൽഫി ഇതിൻ്റെ മുമ്പും ഒരു റെയറായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമായിട്ട് എൻ്റെ രണ്ടാമത്തെ ഡീലിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ FB ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാക്കിങ്ങാണ്. കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മോണോഗ്രാം അവിടെ ഇൻസ്റ്റോൾഡാണ്. ഫൈൻ കണ്ടീഷനാണ്. ഇത് ഞാനൊന്ന് ഊരിയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തുരുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി. അന്യായ വെയിറ്റാണ്, ഒരു മനുഷ്യന് പൊക്കാൻ പറ്റത്തില്ല. ഇത് പണ്ട് കാലത്തൊക്കെ തൂക്കാൻ ഉപയോഗിച്ചെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് ഇമ്പോർട്ടഡാണ്. ഡയറക്റ്റ് അവിടുന്ന് വന്നതാവാനേ സാധ്യതയുള്ളൂ. കാര്യം ഇവിടെ ഒന്നും അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നവർ കാണാനും ചാൻസ് ഇല്ല. കാര്യം ഇത് വളരെയേറെ റെയറായിട്ടുള്ള, വളരെയേറെ പ്രഷ്യസ് ആയിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ധാരാളം വെയിങ് സ്കെയിൽസ് നമ്മുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഇനാമൽ കോട്ടഡ് ആയിട്ടുള്ള ആദ്യമായിട്ടാണ് വരുന്നത്. സോ അത് ആൻറ്റിക് മാസ്റ്ററിലോട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടകളാണ്. ഇതിൻ്റെ കട്ടകൾ ഞാനിത് കാണിച്ചിട്ടില്ല. കാര്യം അത് ഞാനൊന്ന് ഗ്രേഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. സോ അത് പഴയ നമ്മുടെ തുല പോലത്തെ കട്ടകളാണ് ഇതിന് ഇതായിട്ട് ചെയ്തിരുന്നത്. അതും ഒറിജിനൽ ജോർജ് അഞ്ചാമൻ്റെ. അത് ഒരെണ്ണം ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 4 ഉണ്ട്. 4 ഞാൻ ഗ്രേഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. സോ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇത് വളരെ അഭിമാനകരമായി നമ്മുടെ ആൻറ്റിക് മാസ്റ്ററിൽ കൂടെയും കാർണിവേഴ്സ് ആൻറ്റിക് സ്റ്റുഡിയോയിലോട്ടും ഇത് അപ്ലോഡായിരിക്കുന്ന വാർത്ത ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. സോ ഇതേമാതിരിയായിട്ടുള്ള വ്യത്യസ്തമായ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സൈനിങ് ഔട്ട്, DJ Chandra. Have a nice day and stay tuned with us with a lot of surprises waiting for you. Bye bye.